CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെയും ടോറസ് ലോറി ഡ്രൈവറുടെയും നില ഗുരുതരം. കുന്നംകുളം കാണിപ്പയൂർ പോസ്റ്റ് ഓഫീസിന് സമീപം സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടം. കാണിപ്പയൂർ പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിൽ നിർത്തിയിരുന്ന തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന അലങ്കാർ ബസിന് പുറകിലാണ് ഏറ്റുമാനൂരിൽ നിന്നും കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചത്. അപകടത്തിൽ മിനി വാൻ ഡ്രൈവർ ജാഫറിന് കാലിന് പരിക്കേറ്റു. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അർഹനായി. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 10 ദിവസം പിന്നിട്ടു. മെയ് 1 മുതലാണ് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമരവുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ മെയ് 14 വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാതയിൽ നിന്നും മന്ദലാംകുന്ന് കൊച്ചന്നൂർ PWD റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ ചെളിയടിഞ്ഞു. ഇതോടെ ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയായി. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നേടിയ ചൂണ്ടൽ പഞ്ചായത്ത് 17-ാം വാർഡിലെ പയ്യൂർ സ്വദേശി ദിനോ പുരുഷോത്തമനെ CPIMന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. എയ്യാൽ കാർത്തികേയ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം സമാപിച്ചു. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പൂരാഘോഷം വർണ്ണാഭമായി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ സീനിയർ CLCയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്യും. കനത്ത മഴയെ തുടർന്ന് എളവള്ളി പഞ്ചായത്തിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് കർഷക റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ തെങ്ങ് കടപുഴകി വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. 3 ദിവസങ്ങളിലായി ആഘോഷിച്ച ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഭക്തി നിർഭരമായി സമാപിച്ചു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിരുന്നു വേല മഹോത്സവം. വടക്കാഞ്ചേരി മങ്കരയിൽ വൻ തീപിടുത്തം. ഒരു വീട് പൂർണ്ണമായും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മുഗാമി എന്ന് വിളിക്കുന്ന പാർവതിയമ്മയുടെ വീടാണ് കത്തിനശിച്ചത്. മനുഷ്യ മനസാക്ഷിയെ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്കാവുന്നില്ലെന്ന് സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന വിധ സാഹിത്യോത്സവത്തിൽ കഥയുടെ കാലാവസ്ഥ എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം കാണിയാമ്പാൽ പാടശേഖരത്തിൽ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ റാഗി കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹൈസ്കൂൾ PTA നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അധ്യാപകരെയും ആദരിച്ചു. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് SSLC പരീക്ഷയിൽ 100% വിജയം നേടുന്നത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.